കണ്ണിനടിയിലെ ഡാർക്ക്നെസ്സും കൂടി ആയിരിക്കും പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC Vlog. മുഖത്തിനും ശരീരത്തിനും മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം തിളക്കം നൽകുന്ന നല്ലൊരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം. റെഗുലർ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മാറ്റം നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് പ്രായം കൂടുന്തോറും നമുക്ക് നല്ല ചുറുചുറുപ്പോടെ നല്ല പ്രസരിപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ഡേറ്റ്സ് ഡെയിലി ഞാൻ എന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഡേറ്റ്സ് എങ്ങനെ കഴിക്കാന്ന് കണ്ടിട്ട് വരാം. 2-3 ഈന്തപ്പഴം എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം തിളപ്പിച്ച പാലും കൂടി നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ലതുപോലെ തണുത്തിട്ടുണ്ടാകും. ആ സമയത്ത് പാൽപ്പാട ഒന്ന് മാറ്റി വെച്ചേക്കാം. ഈന്തപ്പഴം നല്ലതുപോലെ പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഈന്തപ്പഴം നമ്മൾ നല്ലതുപോലെ ചവച്ചരച്ച് തന്നെ കഴിക്കുക. അതിന് പുറമേ തന്നെ നമ്മൾ പാലും കൂടി കുടിക്കുക. അപ്പൊ ഈ പാലിന് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവട്ടെ. ഈന്തപ്പഴത്തിന്റെ പാലിന് വേണമെങ്കിൽ നമ്മൾ മധുരം ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ കണ്ണിനടിയിലേക്ക് നേരത്തെ മാറ്റി വെച്ച് പാൽപ്പാടയും കൂടി തേച്ച് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കഴിക്കളയാവുന്നതാണ്. രാവിലെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം കേട്ടോ. പാലിലും ഈന്തപ്പഴത്തിലും ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് വെക്കും അങ്ങനെയുള്ള പേടിയുള്ളവർക്കൊന്നും ആ ഒരു പേടിയേ വേണ്ട കേട്ടോ. കാരണം അങ്ങനെ ഒന്നും വെയിറ്റ് വെക്കാനൊന്നും പോകുന്നില്ല. ആരോഗ്യകരമായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമുക്ക് എത്ര വണ്ണം വേണം അങ്ങനെയുള്ള മാത്രമേ നമുക്ക് തരത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഓവർ വെയിറ്റ് ആകത്തൊന്നും ഇല്ല. കൂടാതെ നമ്മുടെ ശരീരത്തിൽ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ HBയുടെ അളവ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ പീരീഡ്സ് ഒക്കെ കഴിയുന്ന സമയത്തൊക്കെയാണ് HB വല്ലാതെയൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അത് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു അനീമിക് ആവുന്ന കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴത്തിന് കഴിയും. വൈറ്റമിൻ എയുടെയും അയണിന്റെയും കണ്ടന്റ് ധാരാളം നമ്മുടെ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് HB ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ശരീരം നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്കിൻ കിട്ടത്തുള്ളൂ. ഇങ്ങനൊരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈന്തപ്പഴത്തിനും പാലിനും കഴിവുണ്ട്. അപ്പൊ ഞാൻ ഈന്തപ്പഴം പാല് കുടിക്കുക മാത്രമല്ല കേട്ടോ, നമ്മൾ 20 മിനിറ്റ് വെക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വെച്ച് കഴിയുമ്പോൾ പാല് നല്ലതുപോലെ തണുക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാൽപ്പാട കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ പാൽപ്പാട നമ്മൾ എടുത്തിട്ട് കണ്ണിനടിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കണ്ണിനടിയിലെ ഡാർക്ക്നെസ്സും കൂടി ആയിരിക്കും പോകുന്നത്. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയില്ലേ, ഇതുപോലെയുള്ള പ്രയോജനമാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ല തിളക്കമുള്ള മുടിയും നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് നമ്മളെ എന്തോരം സഹായിക്കുന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ. എല്ലാവരുടെ മുമ്പിൽ നല്ല തിളക്കത്തോടെ നല്ല സൗന്ദര്യത്തോടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ ഓൾ.